നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്താ മോളെ, നീ ഉറങ്ങിയില്ലേ? ഇല്ലമ്മേ, ഉറക്കം വരുന്നില്ല. എനിക്കറിയാം. സൂര്യയുടെ ഫോൺ വന്നിട്ടും നിനക്ക് തരാത്തതിന്റെ വിഷമാണല്ലേ? അതെ അമ്മ. സൂര്യ എന്ത് കരുതിയിട്ടുണ്ടാവും? സേതുവേട്ടന് ഒരിക്കലും സൂര്യയോട് കള്ളം പറയാൻ പാടില്ലായിരുന്നമ്മ. സൂര്യക്കറിയാം ഞാൻ ഉറങ്ങിക്കാണില്ല എന്നും എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നും. അപ്പോഴത്തെ ഒരവസ്ഥയില് അവൻ അങ്ങനെ പറഞ്ഞതാ മോളെ. നാളെ ആവട്ടെ, അമ്മ സൂര്യ വിളിച്ചുതരാം. പക്ഷേ മക്കളെ ഉടനെ ഒന്നും ഞങ്ങൾ അങ്ങോട്ട് വിടത്തില്ല, കേട്ടോ? ഇപ്പോഴും എനിക്ക് ആ രംഗം ആലോചിക്കാൻ പോലും പറ്റുന്നില്ല മോളെ. കുറച്ചും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ നീ തണുത്ത് മരവിച്ചൊരു പരുവായനെ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം എന്റെ മോളെ കാത്തു. എന്നും എന്റെ നല്ലതിന് വേണ്ടിയല്ലേ അമ്മ സൂര്യ നിന്നിട്ടുള്ളത്. എന്നിട്ടിപ്പം ഒരു നിസ്സാര കാര്യത്തിനല്ലേ സൂര്യയോട് പോലും പറയാതെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മക്കളെ, അത് നിനക്ക് നിസ്സാര കാര്യമായിരിക്കാം. ആ രംഗം കണ്ടേ എനിക്കല്ലേ അറിയത്തുള്ളൂ അതെത്രത്തോളം ഭീകരമായിരുന്നു. മക്കളെ സമാധാനപ്പെട. കുറച്ച് ദിവസങ്ങളും കൂടെ ഇങ്ങനെ പോട്ടെ, എല്ലാം ശരിയാവും. മക്കൾ ഉറങ്ങാൻ നോക്ക. ഉറങ്ങിക്കോ. സോറി സൂര്യ, എനിക്കറിയാം നീയും ഇപ്പൊ ഉറങ്ങാതിരിക്കുന്നുണ്ടാവുമെന്ന്. അമ്മേ, ഭാവനയ്ക്ക് ആഹാരത്തിന് ശേഷം കഴിക്കേണ്ട മെഡിസിൻ ഉണ്ടായിരുന്നു. മെഡിസിൻ എല്ലാം സൂര്യയുടെ വീട്ടിൽ ഇരിക്കുക. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഭരത്തിനെ വിട്ടെടുപ്പിച്ചാലോ? വേണ്ട, ഞാൻ മെഡിസിൻ കഴിക്കാതിരുന്നാ പോരെ? അതെങ്ങനാ? മെഡിസിൻ കഴിച്ചാലല്ലേ മോളെ അസുഖം ഭേദാവൂ. വേണ്ട, ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ജീവിച്ചോളാം. എന്താ കുഞ്ഞേ ഇത്? നീ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നത്? ആ അമ്മേ, എനിക്ക് ആരോടും വാശിയൊന്നുമില്ല. സൂര്യയെ ഫോൺ ചെയ്ത് കൊടുക്കാത്തതിന്റെ ദേഷ്യം അമ്മ ഇത്. ദേ, മോൾ ആദ്യം ആഹാരം കഴിക്കുക. സൂര്യയെ വിളിച്ചുതരാൻ സേതുവിനോട് പറയാം. ഞാൻ സൂര്യയോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. എന്താ ചേച്ചി ഇത്? ചേച്ചി തന്നെ ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ? ഇത് വാശിയൊന്നുമല്ല, ഞാൻ എന്റെ ഭർത്താവിനോടാ സംസാരിക്കണമെന്ന് പറഞ്ഞത്. ആരും ചിരിക്കൊന്നും വേണ്ട. ചിരിക്കാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ല. അല്ലേ ചേച്ചി, ചേച്ചിയുടെ നാവിന്ന് ആദ്യമായിട്ടാ സൂര്യേട്ടനെ ഭർത്താവ് എന്ന് വിളിക്കുന്നത്. അത് കേട്ടിട്ടാ ഞങ്ങൾ ചിരിച്ചത്. അതെ ഭാവന, ഞങ്ങൾ എല്ലാരും സന്തോഷം കൊണ്ടാ ചിരിച്ചേ. എനിക്കൊന്നും കേൾക്കണ്ട. എല്ലാരും കൂടി ചേർന്നല്ലേ സൂര്യയുടെ അടുത്ത് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അത് കൊള്ളാം. സേതുവല്ലേ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതിനുള്ള കാരണം എന്താണെന്ന് നിനക്കറിയാലോ. വേണ്ടമ്മേ, വീണ്ടും വീണ്ടും ആ കാരണം തന്നെ പറയണമെന്നില്ല. എന്നെ എത്ര ദിവസം ഇവിടെ ഇങ്ങനെ നിർത്തുമെന്ന് എനിക്കൊന്ന് അറിയണം. എന്താമ്മേ, ചേച്ചി പരിഭവത്തിലാണല്ലോ.
ഭാവന ഭക്ഷണം കഴിക്കുന്നില്ല. സൂര്യയോട് സംസാരിച്ചിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന്. ആഹാ ഇത്രയേ ഉള്ളോ? ഞാൻ സൂര്യേട്ടനെ വിളിച്ചുതരാം. അത് വേണ്ട. ഇനി അതിന്റെ പേരില് നീയും സേതുവേട്ടനും കൂടി വഴക്കിടണ്ട. പിന്നെ ഞങ്ങൾ എന്താ വേണ്ടത്? ചേച്ചി ഭക്ഷണം കഴിക്കാണ്ടിരുന്ന എന്താ ചെയ്യാ? ഇവൾക്ക് സേതോട്ടൻ തന്നെ ഫോൺ ചെയ്ത് കൊടുക്കണമെന്നാ പറയുന്നത്. എന്നാ സേതുവേട്ടനെ വിളിക്കേ. സേതോട്ടൻ രമേശിനെ കാണാൻ പോയിരിക്കുക. ഏതൊരു പാർട്ടി വരുമെന്ന് പറഞ്ഞ് പോയതാ. ഞാനൊന്ന് സേതുവേട്ടനെ വിളിച്ചോക്കാം. ആ സേതുവേട്ടാ. ഏട്ടാ അതെ, ഭാവനേച്ചിക്ക് സൂര്യേട്ടനെ വിളിക്കണമെന്നാ പറയുന്നത്. ആ ശരി ഏട്ടാ. ആ സേതുവേട്ടൻ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാന്ന്. ഇപ്പൊ വരാന്ന്. നീ സൂര്യ വിളിക്കുന്ന കാര്യം പറഞ്ഞില്ലേ? ആ സേതുവേട്ടൻ വരട്ടെ എന്ന് പറഞ്ഞു. സേതു ഇപ്പൊ വരും. എന്റെ മക്കൾ ആഹാരം കഴിച്ചേ. അമ്മ സേതുവേട്ടൻ വരട്ടെ, എന്നിട്ട് ഞാൻ കഴിച്ചോളാം. എന്റെ ഭഗവാനെ, ഇവൾ ഇങ്ങനെ ആയാലും എന്ത് ചെയ്യും? ചേച്ചി ഒന്നാമതേ സുഖമില്ലാത്തതാ. കഴിക്ക് ചേച്ചി. എന്നാ പിന്നെ സേതുവേട്ടൻ വരട്ടമ്മേ, അതാ നല്ലത്. നോക്ക്, അമ്മയല്ലേടി പറയുന്നേ. ദേ സേതു വന്ന ഉടനെ നമുക്ക് സൂര്യ വിളിക്കാം. അമ്മ എന്നാ സേതുവേട്ടൻ വരട്ടെ. സാധാരണ വാശി കാണിക്കുന്നവരെ ഉപദേശിക്കാറുള്ള നീ തന്നെ ഇങ്ങനെ കാണിച്ചാൽ എങ്ങനെയാ? എനിക്ക് ആരോടും വാശിയൊന്നുമില്ല. എനിക്ക് ഫോൺ തരാതിരുന്നപ്പോ സൂര്യ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും നിനക്കറിയോ? എനിക്ക് ആവതുണ്ടായിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ സൂര്യയെ വിളിക്കുമായിരുന്നെന്ന് അവനറിയാം. ഭാവനെ, നിനക്ക് സേതോട്ടനെ അറിയാലോ. ഒന്നാമതേ നീ ഒരു അപകടത്തിൽ നിന്ന് കഷ്ടിച്ച ഇപ്പൊ രക്ഷപ്പെട്ടിരിക്കുന്നത്. അതിന്റെ കൂടെ വീണ്ടും ഒരു സംഭവം ഉണ്ടാകുമ്പോ ആർക്കാണെങ്കിലും പേടിയുണ്ടാവും. അത് മാത്രല്ല ചേച്ചി, സേതുവേട്ടൻ സ്വപ്നത്തിൽ കണ്ടതുപോലുള്ളൊരു കാഴ്ചയാണ് അവിടെ വന്നപ്പോഴും കണ്ടത്. അപ്പൊ പിന്നെ ആർക്കായാലും പേടി വന്നില്ലേ? അതിന് സൂര്യ എന്ത് പഴിച്ചു? അവന് വിലക്ക് കൽപ്പിക്കുന്നത് ശരിയാണോ? സൂര്യ എന്നോട് സംസാരിക്കാൻ പാടില്ലെന്ന് എന്തിനാ സേതുവേട്ടൻ വാശി പിടിക്കുന്നത്? അപ്പൊ സൂര്യ എന്തോ തെറ്റ് ചെയ്ത പോലെ ആയില്ലേ? അമ്മ, ചേച്ചി പറയുന്നതിലും കാര്യമുണ്ട്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് സൂര്യേട്ടൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ടിപ്പോ സൂര്യേട്ടൻ അറിയാത്തൊരു കാര്യത്തിനല്ലേ നമ്മളിങ്ങനെ പെരുമാറുന്നത്? അങ്ങനെ ചോദിക്കു ഭാമേ. കഴിഞ്ഞതൊക്കെ ഓർമ്മപ്പെടുത്താനും ആരെങ്കിലുമൊക്കെ വേണം. അമ്മേ, സൂര്യയോട് സംസാരിക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കുമെന്ന് അമ്മ വിചാരിക്കണ്ട. ഭാവന, എന്താ ഇവിടെ ഒരു സംസാരം? അല്ല, ഈ ഭാവന ഭക്ഷണം കൊടുത്തിട്ട് കഴിക്കുന്നില്ല സൂര്യ. അത് പറ്റി. ഭാവന അങ്ങനെയുള്ള വാശിയൊന്നും കാണിക്കാത്താണല്ലോ. എന്തു പറ്റി ഭാവന? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഞാൻ പറയാൻ സൂര്യേട്ടാ. എന്തായാലും സൂര്യയോട് സംസാരിക്കരുതെന്ന് പറഞ്ഞത് തെറ്റ് തന്നെയാ. അതിന്റെ പേരില് സൂര്യ എന്ത് വിഷമിച്ചു എന്നറിയോ? സോറി സൂര്യ. എന്തിന്? അതിന് താനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ക്ഷമിക്കണം മോനെ.